ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു പുതിയ ജോമെട്രിയാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു 8 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സർക്കിളാണ് വരച്ചെടുക്കുന്നത്. 8 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിളാണ് വരച്ചെടുക്കുന്നത്. അതിന് സെൻറ്ററിലൂടെ ഒരു ലൈന് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം സർക്കിളിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സർക്കിളിനെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 45 ഡിഗ്രിയിൽ ഓരോ പോർഷനിലും 45 ഡിഗ്രി വീതം മാർക്ക് ചെയ്തിട്ട് ലൈന് വരച്ചു കൊടുക്കണം. ഇനി അതിനകത്ത് മറ്റൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിനകത്ത് വരുന്ന സർക്കിളിൻ്റെ റേഡിയസിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വരച്ച എല്ലാ ലൈൻസിലും അതിൻ്റെ പകുതി പോർഷൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റ് സെൻറ്ററാക്കി വെച്ചിട്ട് ഒരു സർക്കിളിൻ്റെ ഹാഫ് പോർഷൻ വരച്ചെടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹാഫ് പോർഷൻ അപ്പുറത്തെ പോർഷനിലും വരച്ചെടുക്കുക. ഇതുപോലെ ഓരോ ലൈൻസിലും നമുക്ക് വരച്ചെടുക്കണം. ആദ്യം നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന 4 ലൈൻസിൽ വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ പുറത്തൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. സർക്കിൾസ് ഒരു 2-3 സർക്കിൾസ് പുറത്ത് വരച്ചെടുക്കണം. ഒരു 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് വരച്ചെടുക്കുന്നത്. 3 സർക്കിളും കൂടി പുറത്തേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നമ്മൾ ആദ്യം വരച്ച ലൈൻസൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ കുറച്ചുകൂടെ പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ ഹാഫ് സർക്കിൾസ് വരച്ചെടുക്കുക. ആ ലൈൻസിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ സെൻറ്ററാക്കി വെച്ചിട്ട് ഇതുപോലെ ആ ഭാഗത്തും സർക്കിൾസിൻ്റെ ഹാഫ് പോർഷൻസ് വരച്ചെടുക്കുക. അതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹാഫ് പോർഷൻസ്. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതാ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കളർ ചെയ്തെടുക്കണം. ഇതാ കളർ ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുറത്ത് വരുന്ന ആ എക്സ്ട്രാ ലൈൻസൊക്കെ മായ്ച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുറത്ത് വരച്ച സർക്കിൾസ് എല്ലാം കളർ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്.
ലാസ്റ്റ് സർക്കിളും കൂടി അങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതും കളർ ചെയ്തെടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത ഭാഗമാണ് കളർ ചെയ്തെടുക്കേണ്ടത്. അവസാനത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്യാതെ ഇങ്ങനെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവരും വരച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.